അനുജ, എനിക്ക് തോന്നുന്നു ഈ സമയത്തെ, അതായത് ശിക്ഷാവിധി പ്രഖ്യാപനത്തിന് മുന്നോടിയായി നടക്കുന്ന ഈ വാദത്തിലെ പ്രധാനപ്പെട്ട ഒരു വാദം ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതി മുൻപാകെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അത് യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇതിലെ മുഴുവൻ വാദമുഖങ്ങളെയും നോക്കുമ്പോൾ പ്രോസിക്യൂഷൻ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ കുറ്റവാളി നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ നിയമത്തിന് മുന്നിൽ ഒന്നെങ്കിൽ വന്നിട്ടില്ല, അതല്ലെങ്കിൽ നിയമം കോടതി അവരെ കുറ്റക്കാരായി കണ്ടെത്തിയിട്ടില്ല എന്നൊരു ഭാഗത്തേക്ക് പ്രോസിക്യൂഷൻ എത്തുകയാണ്. ഇനി ശിക്ഷാവിധിയുടെ സമയമാണ് അനുജ. അതാണിപ്പോൾ ശിക്ഷയിൽ ഇളവ് വേണമെന്ന് വിജീഷിന്റെ അഭിഭാഷകൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ തുടക്കത്തിൽ നമ്മൾ കേട്ടതാണ്, ഓരോ പ്രതിക്കും പറയാനുള്ളത് എല്ലാവരും തങ്ങളുടെ വീട്ടിലെ സാഹചര്യം എന്താണ് എന്ന് പറയുന്നു. അതിൽ വലിയ ഭാവഭേദമില്ലാതെ പൾസർ സുനി ഉണ്ട് എന്ന റിപ്പോർട്ടുകളും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിൽ പൾസർ സുനി ഉന്നയിച്ച വാദം വളരെ ലഘുവായ ഒരു കാര്യം മാത്രമാണ്. പൾസർ സുനി കോടതിയിൽ ഉന്നയിച്ചത് തനിക്ക് വീട്ടിൽ അമ്മ മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ കോടതി ഏറ്റവും പ്രധാനമായി പറയുന്നത് ഒന്നാം പ്രതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ കുറ്റക്കാരൻ എന്ന് പറയുകയാണ്. മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതാണ് ഒന്നാം പ്രതി എന്ന് പറയുന്നു. അപ്പോൾ പങ്കാളിത്തത്തിനനുസരിച്ചായിരിക്കണ്ടേ വിധി പ്രഖ്യാപിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പ്രോസിക്യൂഷൻ അവരുടെ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. ഇതെല്ലാവർക്കും തുല്യ പങ്കാണുള്ളത്. അത് കൂട്ടബലാത്സംഗം, ഒപ്പം ക്രിമിനൽ ഗൂഢാലോചന കുറ്റം എല്ലാം തെളിഞ്ഞിട്ടുണ്ട്. പരമാവധി ശിക്ഷ നൽകണം, ഇത് സമൂഹത്തിന് ഒരു മാതൃകയാകണം ഈ ശിക്ഷാവിധി എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമ്പോൾ കോടതി തിരിച്ചു ചോദിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയാണോ കോടതി ശിക്ഷ വിധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കോടതി ചോദിക്കുന്നത് നമ്മൾ കേൾക്കുകയാണ്. അവിടെയും പ്രോസിക്യൂഷൻ ഒരിക്കൽ കൂടി പറയുകയാണ് മറഞ്ഞിരിപ്പുണ്ട് യഥാർത്ഥ കുറ്റവാളി എന്ന്. അതും നമ്മൾ ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് പ്രോസിക്യൂഷൻ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാദഗതിയായി തന്നെയാണ് കാണേണ്ടത്. ഗോപികൃഷ്ണൻ, ഇതിൽ പ്രതിക്ക് മാനസാന്തരത്തിന് അവസരം നൽകണമെന്ന് വിജീഷിന്റെ അഭിഭാഷകൻ പറയുന്നതായും ഏറ്റവും ഒടുവിലായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. വിജയകുമാർ തുടരുന്നുണ്ട്. എസ് വിജയകുമാർ, ഇതിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷൻ. കൂടുതൽ സമയം ഇനി നൽകില്ല എന്നും കോടതി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് അല്പസമയത്തിനകം തന്നെ, ഒരുപക്ഷെ ഉച്ചവരെ കാക്കേണ്ടതില്ല എന്ന് തോന്നുന്നു, അല്പസമയത്തിനകം തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമോ? സ്വാഭാവികമായും കോടതി ശിക്ഷാവിധിയിലേക്ക് ഉടൻ തന്നെ കടക്കാനാണ് സാധ്യത എന്ന് വേണം അനുജ കരുതേണ്ടത്. ഇപ്പോഴീ പ്രതിഭാഗം ഒരിക്കൽ കൂടി അവരുടെ പരമാവധി ശിക്ഷ നൽകാനുള്ള സാധ്യത ഇവിടെ ഇല്ല, അതിക്രൂരമായ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്നൊക്കെ പൾസർ സുനിയുടെ അഭിഭാഷകൻ വാദിക്കുന്നുണ്ട്. അതിൽ ചില പ്രതികൾ ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ഒരു കാതലുണ്ട്. അതായത് മാനസാന്തരത്തിന് സാധ്യതയുള്ള പ്രതികൾക്ക് അതിന് അവസരം നൽകണം എന്നതാണ് നമ്മുടെ ശിക്ഷാ നിയമത്തിൻ്റെ ഒരു കാതൽ. അതായത് ഒരു പൗരനാക്കി ഒരു കുറ്റവാളിയെ മാറ്റാൻ കഴിയുമെങ്കിൽ, അത്തരം സാധ്യതയുണ്ടെങ്കിൽ അയാളെ അതിന് അനുവദിക്കണം. അപ്പോൾ ജയിൽ ശിക്ഷ നൽകുന്നത് പോലും എന്തുകൊണ്ടാണ് പരമാവധി അയാൾ ഒരു നല്ല പൗരനായി പൊതു സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക്, ഒരു സിവിൽ സൊസൈറ്റിയിലേക്ക് അയാളെ ജീവിക്കാൻ പ്രാപ്തനാക്കി വിടുക എന്നതാണ് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ഒരു കാതൽ. അതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം അതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വധശിക്ഷയോട് ആശയപരമായ വിയോജിപ്പ് നമ്മുടെ പല ജഡ്ജിമാർക്കും ഉള്ളത്. അപ്പോൾ ഇവിടെ ഇതാ കോടതിയിൽ അതൊരു വാദമായി ഉന്നയിക്കുകയാണ് ഈ വിജീഷിന്റെ അഭിഭാഷകൻ. പ്രതിക്ക് മാനസാന്തരത്തിന് അവസരം നൽകണം. എന്താണ് ഇവിടെ പൾസർ സുനി അപ്പോഴും പറയുന്നത്, പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത് പരമാവധി ശിക്ഷ, അതായത് ജീവപര്യന്തമാണ് ഈ കൂട്ടബലാത്സംഗം 120B തെളിഞ്ഞാൽ നൽകേണ്ടത്. അത്രയും നൽകാനുള്ള ക്രൂരമായ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്നൊക്കെയാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നത്. അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട്, സുപ്രീം ഡിഗ്നിറ്റി ഓഫ് എ വുമൺ എന്നത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. അതിജീവിതയുടെ നിസ്സഹായ അവസ്ഥ പരിഗണിക്കേണ്ടതല്ലേ എന്ന് കോടതി ഇതാ പൾസർ സുനിയുടെ അഭിഭാഷകനോട് ചോദിക്കുന്നു. കോടതി അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് ചില ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുകയാണ്. നേരത്തെ അതിജീവിതയ്ക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കാൻ കോടതി മുറിയിലുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. വെച്ചാൽ അവർ അഡ്വക്കേറ്റ് എന്ന നിലയിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. ആ സമയത്ത് അഡ്വക്കേറ്റ് ടി ബി മിനിയും ആണ് നമ്മൾ ഇതുവരെ ആ കോടതിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. പ്രോസിക്യൂഷൻ അതിജീവിതയ്ക്ക് വേണ്ടി തന്നെയാണ് സംസാരിച്ചത്. അവർക്കെതിരായ കുറ്റകൃത്യത്തിനുള്ള പ്രതികളെ ശിക്ഷിക്കണമെന്നതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അതുകൊണ്ടും അങ്ങനെ പ്രത്യേകം ഒരു വാദം നടക്കാറില്ലാത്തത് കൊണ്ടായിരിക്കാം അതിജീവിതയെ റെപ്രസെന്റ് ചെയ്ത് ഒരു അഭിഭാഷക കോടതി മുറിയിൽ ഉണ്ടാകാതിരുന്നത്. അതിജീവിതയുടെ നിസ്സഹായ അവസ്ഥ പരിഗണിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചതിന് ശേഷം കോടതി ചോദിക്കുന്നു, നിർഭയ കേസുമായി താരതമ്യം ചെയ്യാനാവില്ല എന്ന് പൾസർ സുനിയുടെ ഒന്നാം പ്രതിയുടെ അഭിഭാഷകൻ പറയുന്നു. ഈ പൾസർ സുനിയുടെ അഭിഭാഷകൻ എന്താണ് ഈ ക്രൂരകൃത്യത്തിൻ്റെ ഗൗരവ സ്വഭാവം എന്ന് വെച്ചാൽ അതിന് ഗ്രാവിറ്റി നോക്കി മാത്രം വാദിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കാവുന്ന വാദങ്ങളാണ് അയാൾ അവിടെ ഉന്നയിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അവിടെ ഉന്നയിക്കുന്നത് എന്ന് വേണം എന്നതാണ് ഇപ്പോൾ നമുക്ക് ആ പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന. അതിക്രൂരമായ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ പിന്നെ നിർഭയ കേസുമായി അതിനെ താരതമ്യം ചെയ്യേണ്ട എന്ന് പറയുന്നു. നമ്മൾ
നിർഭയ കേസിന് ശേഷം ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്നതിൽ ഇന്ത്യൻ പാർലമെന്റ് ചില നിയമ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ കോടതികൾ അത്തരം കേസുകളെ കൈകാര്യം ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ഇനി വിചാരണ കോടതികൾ അങ്ങനെ പരിഗണിച്ചില്ലെങ്കിൽ സുപ്രീം കോടതി അതാണ് ഒരു മാനദണ്ഡമാക്കി വെക്കാറുമുള്ളത് എന്നത് പൾസർ സുനിയുടെ അഭിഭാഷകൻ ഒരുപക്ഷെ വിസ്മരിച്ചിട്ടുണ്ടാകാം. അത് കോടതി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കും എന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഇവിടെ ആ വാദം പുരോഗമിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൽ ശിക്ഷാ പ്രഖ്യാപനം ഒരുപക്ഷെ അല്പസമയം കൂടി കഴിയുമെന്ന് തോന്നുന്നു. വീണ്ടും പ്രതിഭാഗം അവരുടെ ചില വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതുകൂടി കേട്ട ശേഷമായിരിക്കും വിചാരണ കോടതി ശിക്ഷ പ്രഖ്യാപിക്കുക. അത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പറയുമോ അതോ കോടതി ഒരു കുറച്ച് സമയം പിരിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് ആ ശിക്ഷാ പ്രഖ്യാപനം നടത്തുകയാണോ എന്നറിയില്ല. രണ്ടും കോടതിയുടെ തീരുമാനമാണ്. രണ്ടിനും സാധ്യതയുമുണ്ട് ഇപ്പോഴാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.